ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ് വണ്ടി വർക്കിന് ആയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്ന കംപ്ലൈൻറ്റ് ഒന്ന് നമുക്ക് അതിൻ്റെ ഓയിൽ ചേഞ്ചിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ പ്ലഗിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. അന്ന് വെച്ചാൽ വണ്ടി നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ തന്നെ വണ്ടി ഓടിച്ച് നമ്മൾ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ തന്നെ വണ്ടി ഒന്ന് എയർ പിടിച്ച പോലെ ജസ്റ്റ് അപ്പം തന്നെ ഒന്ന് ഓഫായി പോകുന്ന കംപ്ലൈൻറ്റ് ഉണ്ട്. അത് കൂടാതെ കൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തുനിന്ന് സൗണ്ട് ഉണ്ട്. അതെന്ന് വെച്ചാൽ അത് പ്രത്യക്ഷത്തിൽ നമുക്ക് വാൽവിൻ്റെ കംപ്ലൈൻ്റ് ആണത്. കാരണം ഞാൻ വാൽവ് ഇത്രയും ലൂസാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും പ്ലേ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ രണ്ട് വാൽവും ലൂസാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്ത് ഞാൻ സൗണ്ട് റെഡി ആയിക്കോളും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അഴിക്കണ സമയത്ത് അതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഗ്യാസ്കറ്റ് നമുക്കൊന്ന് മാറ്റിയിടണം. അപ്പോൾ തന്നെ അത് ടൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വണ്ടിയുടെ ഒരു സൗണ്ടിലൊക്കെ നല്ല നോർമൽ സൗണ്ടിലേക്ക് വരും. പിന്നെ കാർബറേറ്റർ യൂണിറ്റ് നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഈ ഹോളുകളൊക്കെ ചെറുതായിട്ട് ബ്ലോക്കായിട്ട് അതാണ് ശരിക്കും ആ പ്രോബ്ലം കാണിക്കുന്നത്. വണ്ടി ഓഫായി പോകുന്ന കംപ്ലയിൻറ്റ് കാണിക്കുന്നത്. കാരണം അതിൻ്റെ ഈ സ്ലോ ജെറ്റൊക്കെ ബ്ലോക്കാണ്. അപ്പോൾ സ്ലോ ജെറ്റ് നമുക്ക് മാറ്റിയിടേണ്ടി വരും. കാർബറേറ്റർ അസംബ്ലി ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആ സ്ലോ സ്പീഡുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് മാറിക്കോളും. ഇത് നമുക്ക് എടുക്കുന്ന പ്ലഗ് വലിയ പഴക്കമില്ലാത്ത പ്ലഗ്ഗാണ്. അപ്പോൾ നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. കമ്പനി പ്ലഗ്ഗൊന്നുമല്ല എങ്കിൽ കൂടി നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. തന്നെയല്ല നമ്മളത് അഴിക്കുന്ന സമയത്ത് പ്ലഗ് ടൈറ്റ് ആയിരുന്നില്ല, ലൂസായിട്ടാണ് കിടന്നിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കാരണം പ്ലഗിൻ്റെ ത്രെഡൊക്കെ പോകാറുണ്ട് സാധാരണ. ഇതിപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ എയർ ഫിൽറ്റർ നമുക്ക് മാറ്റേണ്ട ടൈമാണ്. അത്യാവശ്യം അഴുക്കുണ്ട് ഇതിനകത്ത് കേട്ടോ. നമുക്കൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് അതിൻ്റെ വരാം. അത് പൊടി പിടിക്കുമ്പോഴാണ് ആ അവസ്ഥയിൽ കിടക്കണേ. ഇതുമായി കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി എയർ ഫിൽറ്റർ തന്നെയാണ്. അത്രയാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വന്ന വർക്ക് കേട്ടോ. പിന്നെ വണ്ടി നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് ഫ്രണ്ട് നല്ല ഷിവറിങ് കാണിക്കുന്നുണ്ട്, നല്ല വെട്ടൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ടയറിൻ്റെ അലൈൻമെൻറ്റ് പോയേക്കണാണ് ആ ഒരു റീസൺ. ആ കംപ്ലൈൻറ്റ് മാറണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ബാക്കിലത്തെ ടയർ ഫുള്ള് തീർന്ന് നിൽക്കണമാണ്. മാക്സിമം അത് കട്ട തീർന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കിലത്തെ ടയർ വലിയ താമസിച്ചാണ്ട് നമുക്ക് മാറ്റണം. അപ്പോൾ ആ മാറ്റുന്ന സമയത്ത് ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ഈ ടയർ ബാക്കിലേക്ക് യൂസ് ചെയ്യാം, ഫ്രണ്ടിൽ പുതിയ ടയർ ഇടാം. അപ്പോൾ ആ കംപ്ലൈൻറ്റ് ആ വെട്ടൽ കംപ്ലൈൻറ്റ് മാറിക്കോളും. പിന്നെ ആ പുതിയ ടയർ ഇടുമ്പോൾ തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഇവിടെ വന്ന ബുഷുകളൊക്കെ നോക്കിയിട്ട് അത് തേയ്മാനം ഉണ്ടെങ്കിൽ അതുകൂടി മാറ്റിയിട്ട് വേണം നമുക്കിത് റീസെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ബ്രേക്ക് അത്ര പെർഫെക്റ്റ് അല്ല. കാരണം എന്ന് വെച്ചാൽ ബാക്ക് ബ്രേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിളുകളൊക്കെ ഔട്ടർ വലിഞ്ഞിരിക്കുക. ഇവിടെ നോക്കുമ്പോൾ അറിയാം ഔട്ടർ പൊട്ടിയാൽ നിൽക്കണേ. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനും ഗ്യാപ്പില്ല. അപ്പോൾ ടയറ് കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ടെങ്കിലാണ് നമുക്ക് അതും കൂടി അയച്ച് ക്ലിയർ ചെയ്തിട്ട് കാര്യമുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ തൽക്കാലം ഇത് ഈ രീതി തന്നെ നിലനിർത്താം. ബാക്കിയത്തെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ അതേപോലെ ഹാൻഡിൽ കവറിൻ്റെ ഈ ഭാഗത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ഒരു ലെഗ് അടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഈ ഭാഗത്ത് നിന്ന് ചെറിയ ഷിവറിങ് ഉണ്ട്. പിന്നെ ഈ കണ്ണാടിയുടെ ഈ ഗ്ലാസ് ലൂസാണ്. അപ്പോൾ അവിടെ നിന്നും ചെറിയൊരു ഷിവറിങ് കാണിക്കും. അത്രയാണ് മെയിനായിട്ട് നമുക്കിതുമായി ബന്ധപ്പെട്ട വന്ന വർക്ക് കേട്ടോ. ഈ സൈഡൊക്കെ ചെറുതായിട്ട് പൊട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിയത്തെ വർക്കുകൾ ഇപ്പോൾ ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കിയിട്ടൊന്ന് പറയാം. ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ആ ചെയ്യണ സമയത്ത് ഈ പറഞ്ഞ വർക്കുകളും കൂടി ചെയ്യണം. അതായത് ബുഷ് കാര്യങ്ങൾ നോക്കിയിട്ട് തേമാനം ഉണ്ടെങ്കിൽ അത് അഴിക്കണമെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് ഉണ്ടെങ്കിൽ അതും കൂടി ക്ലിയർ ചെയ്യണം. കൂട്ടത്തിയുടെ ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ഗ്രീസിങ് നടത്തിയതിന് ശേഷം ഈ കേബിൾ കൂടി മാറ്റിയിടാം. അപ്പോൾ നമുക്ക് അത്രയും ബ്രേക്കൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് ചെയ്തു തരാം. അതല്ലാന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്ന സമയത്ത് ഇതും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ടയർ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ബാക്കിലേക്ക് യൂസ് ചെയ്യണം. ഫ്രണ്ടിൽ പുതിയ ടയർ ഇടാം. ടയർ ഇടുമ്പോഴും നോക്കാം നമുക്ക് ഈ കമ്പനി ഇതേപോലത്തെ മോഡൽ തന്നെ വേണം ചൂസ് ചെയ്യാൻ കേട്ടോ. അതാണ് കുറച്ചുകൂടി ബെറ്റർ നമുക്ക്. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിയത്തെ വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം എത്ര വരും നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും ഡീറ്റെയിൽസും കൂടി വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ.